ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ കോവിഡ്-19ന്റെ പുതിയ തരംഗം വീണ്ടും ആഞ്ഞുവീശുകയാണ്. കേസുകളുടെ ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തുന്നുമുണ്ട്. ഈ വർദ്ധിച്ചുവരുന്ന ആരോഗ്യ ആശങ്കകൾക്കിടയിൽ കൂടുതൽ മാരകമായേക്കാവുന്ന ഒരു ഫംഗസ് അണുബാധയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ആസ്പെർജില്ലോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന ആസ്പെർജില്ലസ് ഫ്യൂമിഗാറ്റസ് എന്ന ഫംഗസ് പ്രാഥമികമായി ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നത്. ഗുരുതരമായ സാഹചര്യങ്ങളിൽ ഇത് തലച്ചോറിലേക്കും വ്യാപിക്കാം. പ്രതിരോധശേഷി കുറഞ്ഞ വ്യക്തികളിൽ പ്രത്യേകിച്ച് ഈ അണുബാധ മാരകമാണെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഫംഗസ് ഉടൻ തന്നെ ബ്രിട്ടനിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും ഇത് പൊതുജനാരോഗ്യത്തിന് വലിയ ഭീഷണിയാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഫംഗസിനെ ഒരു പ്രധാന പൊതുജനാരോഗ്യ ആശങ്കയായി ലോകാരോഗ്യ സംഘടന തരംതിരിച്ചിട്ടുണ്ട്. ഇത് വടക്കേ അമേരിക്ക, യൂറോപ്പ്, ചൈന, റഷ്യ എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന ഭയവും ഇപ്പോൾ നിലനിൽക്കുന്നു. ആസ്പെർജില്ലോസിന് 85.2% എന്ന ഉയർന്ന മരണനിരക്കുണ്ട്. ഈ നിരക്ക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടവും. 2022 ലോകാരോഗ്യ സംഘടന ആസ്പെർജില്ലസ് ഫ്ലേവസിനെ ഗുരുതരമായ ഫംഗസ് രോഗകാരികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഫംഗസ് മരുന്നുകളെ പ്രതിരോധിക്കുന്നതും അതുപോലെ ചികിത്സിക്കാൻ ഏറെക്കുറെ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഇത് ഗുരുതരമായ ആരോഗ്യപരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നടത്തിയ പ്രവചനം അനുസരിച്ച് 2100ഓടെ ആസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ് 77% അധികം പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭീഷണിയാകുമെന്നും പറയുന്നു. കമ്പോസ്റ്റ് കൂമ്പാരങ്ങൾ, അഴുകിയ ജൈവ വസ്തുക്കൾ, വായു എന്നിവയിലെല്ലാം ഈ ഫംഗസ് വളരുന്നു. ഇത് ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ തഴച്ചു വളരുന്നതിനാൽ തിരിച്ചറിയാനും ചികിത്സിക്കാനും പ്രയാസവുമാണ്. ഈ പഠനത്തിന്റെ മുഖ്യ രചയിതാവ് നോർമൻ വാൻ റിംഗ് അഭിപ്രായപ്പെട്ടത് വൈറസുകളുമായും പാരസൈറ്റുകളുമായും താരതമ്യം ചെയ്യുമ്പോൾ ഫംഗസുകൾക്ക് ഗവേഷണത്തിൽ കുറഞ്ഞ ശ്രദ്ധയാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. എന്നിരുന്നാലും അവയുടെ മാപ്പുകൾ സൂചിപ്പിക്കുന്നത് ഫംഗസ് അണുബാധകൾ ഭാവിയിൽ ഒരു ആഗോള പ്രശ്നമായി മാറിയേക്കാമെന്നാണ്. ആസ്പെർജില്ലസ് ഫംഗസുകൾ മണ്ണിലും സസ്യങ്ങളിലും അഴുകിയ സസ്യഭാഗങ്ങളിലും വായുവിലും സാധാരണയായി കാണപ്പെടുന്നു. ഇവയുടെ സൂക്ഷ്മമായ സ്പോറുകൾ വായുവിലൂടെ എളുപ്പത്തിൽ വ്യാപിക്കുന്നു. മിക്ക ആളുകളും ഈ സ്പോറുകൾ ശ്വസിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ആസ്മ, സിസ്റ്റിക് ഫൈബ്രോസിസ്, COPD പോലുള്ള ശ്വാസകോശ രോഗങ്ങളുള്ളവർക്കും ക്യാൻസർ രോഗികൾ, അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർ, അല്ലെങ്കിൽ കോവിഡ്-19, ഗുരുതരമായ ഫ്ലൂ എന്നിവയിൽ നിന്ന് സുഖം പ്രാപിച്ചവർ തുടങ്ങിയ പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും ഗുരുതരമായ അണുബാധകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ആസ്പെർജില്ലോസിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പനി, ചുമ തുടങ്ങിയ മറ്റ് അസുഖങ്ങളുമായി സാമ്യമുള്ളതിനാൽ രോഗനിർണയം വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ ഇൻവേസീവ് ആസ്പെർജില്ലോസിന്റെ മരണനിരക്ക് 20% മുതൽ 40% വരെയാണ്. ഗുരുതരമായ കേസുകളിൽ ഇത് 85.2% വരെ ഉയരാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫംഗസ് അണുബാധകളെ ചികിത്സിക്കാൻ നിലവിൽ 4 പ്രധാന ക്ലാസ് ആന്റിഫംഗൽ മരുന്നുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. കൂടാതെ ആന്റിഫംഗൽ മരുന്നുകളോടുള്ള പ്രതിരോധം വർദ്ധിച്ചു വരുന്നതും ഒരു വലിയ ആശങ്കയാണ്. കൃഷിയിൽ ഫംഗസ് നാശിനികളുടെ അമിത ഉപയോഗം ഈ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനി കാലാവസ്ഥാ മാറ്റത്തിന്റെ സ്വാധീനവും ഇവിടെയുണ്ട്. ആഗോള താപനില വർദ്ധിക്കുന്നത് ഫംഗസുകൾക്ക് പുതിയ ആവാസ വ്യവസ്ഥകൾ കണ്ടെത്താൻ സഹായിക്കുന്നു. ഇത് അവയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാപനം വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥാ മാറ്റം ഫംഗസുകളുടെ താപനില സഹിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും മനുഷ്യ ശരീരത്തിനുള്ളിൽ അവയ്ക്ക് അതിജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാം. കൂടാതെ വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് പോലുള്ള സംഭവങ്ങൾക്ക് ഈ ഒരു സ്പോറുകളെ ദൂരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഫംഗസ് വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. ഈ ഭീഷണി നേരിടാൻ ഫംഗസ് രോഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും ഫലപ്രദമായ രോഗനിർണയ ഉപകരണങ്ങൾ വികസിപ്പിക്കേണ്ടതും അതുപോലെ ആന്റിഫംഗൽ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കേണ്ടതും വളരെ നിർണായകമാണ്.